അൺകണ്ടീഷണൽ ലവ് നമ്മളത് പൊതുവേ പ്രയോഗിക്കാറുള്ളത് അമ്മമാർക്ക് പ്രത്യേകിച്ച് മക്കളുള്ള സ്നേഹം കൊണ്ടാണ്. പിതാവിൻ്റെ സ്നേഹത്തിന് പൊതുവേ നമ്മൾ അല്ലാതെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് കരുതാറില്ല. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? അങ്ങനെ പോസിബിൾ ആണോ? കണ്ടീഷൻസ് ഒന്നുമില്ലാതെ, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ മക്കളെ സ്നേഹിക്കുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ച് മാതാവിനെ സ്നേഹിക്കുക. ഒരു ഏജ് വരെ ഉണ്ടാകും കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നവരെ. നമ്മളിപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ അൺകണ്ടീഷണൽ ലവാണ്. നമ്മൾ കുട്ടിയോട് പ്രത്യേകിച്ചൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ മേൽ മലമൂത്ര വിസർജനം നടത്തിയാലും നമ്മളെ മുഖത്തേക്ക് അടിച്ചാലും ചെറിയ കുട്ടികൾ അവരെ നമ്മൾ അതേ ഇഷ്ടത്തിൽ തന്നെ എടുത്തുകൊണ്ട് നടക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും ഫോർ എ ഷോർട്ട് പീരീഡ്. പക്ഷേ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന മാതാവിന് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആണോ? എൻ്റെ കാഴ്ചപ്പാടിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മക്കൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എനിക്കെൻ്റെ മകളായിരുന്നു മൂത്തത്. അതിനുശേഷം എൻ്റെ ആൺകുട്ടികളാണ് വന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പൊതുവേ ആൺകുട്ടികൾ ഭയങ്കര കുസൃതികളും അനുസരണക്കേടുള്ളവരും, മകളാണെങ്കിൽ എന്നെ ഭയങ്കര ഭയവും അനുസരണയൊക്കെ ആയിരുന്നു. അപ്പം മകൾക്ക് എപ്പോഴും ഒരു പണത്തൂക്കം എന്നൊന്നും പറഞ്ഞാൽ പോരാ, വളരെ വിസിബിളായിട്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സ്നേഹവും വാത്സല്യമൊക്കെ കൂടുതൽ ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പം മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയോടാണ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹമെന്ന്. എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കണമെന്ന് എന്നെ ഉപദേശിച്ചവരുണ്ട്. എല്ലാ മക്കളെയും നമുക്ക് ഒരുപാട് സ്നേഹിക്കാൻ കഴിയുമോ? ആ കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഒന്നാമത് ആദ്യത്തെ കുട്ടിയാണ് നമ്മളെ രക്ഷിതാക്കൾ. ഒരു കുട്ടി ജനിക്കുന്നതിനൊപ്പം അതിൻ്റെ രക്ഷിതാക്കളും ജനിക്കുകയാണ്. അതുവരെ നമ്മൾ രക്ഷിതാക്കളല്ല. രക്ഷിതാക്കൾ എന്താവണം എന്ന് നമുക്കറിയില്ല. ഈ കുട്ടിയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് രക്ഷിതാവ് എന്തായിരിക്കണം. രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോൾ ആദ്യ കുട്ടിക്ക് കൊടുത്തിരുന്ന അതേ സ്നേഹം രണ്ടാമത്തെ കുട്ടിക്ക് നമ്മൾ കൊടുക്കൂ, അതിൽ കൂടുതൽ കൊടുക്കൂ. അതിൽ കൂടുതൽ കൊടുക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ അത് ന്യൂ ബോൺ ബേബിയാണ്. അതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ കരച്ചിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ കുട്ടി വിളിക്കും. ഒരു 10 പ്രാവശ്യം വിളിച്ചാൽ നമ്മൾ ചിലപ്പോൾ പോയി നോക്കുള്ളൂ അതിൻ്റെ അടുത്ത്. സ്നേഹം കുറവുള്ളതുകൊണ്ടല്ല, അതിൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറൻ്റാണ്. രണ്ടാമത് വരുന്ന കുട്ടിക്ക് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് സാവധാനം ചെയ്തു കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ കണ്ണിൽ നമ്മൾ അവരെ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്തോറും കുട്ടികളോട് നമുക്കുള്ള സമീപനത്തിൽ മാറ്റം വരും. അതുമാത്രമല്ല, രണ്ടാമത്തെ കുട്ടി വരുമ്പോഴേക്കും നമ്മൾ രക്ഷിതാവായി കഴിഞ്ഞു. ആദ്യത്തെ കുട്ടി നമ്മൾ രക്ഷിതാവ് എന്താവണമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ശേഷം നമുക്കറിയാം അവരുടെ രക്ഷിതാവ് എന്തായിരിക്കണമെന്ന്. ആദ്യത്തെ കുട്ടീനെ ഞാൻ എൻ്റെ ആദ്യത്തെ മകളെ ഞാൻ ഒരുപാട് കാര്യമില്ലാത്തതിന് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ലാതിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് 4ാമത്തെ മകളോട് ഞാൻ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആദ്യത്തെ മകൾക്ക് ഞാൻ വകവെച്ച് കൊടുക്കാത്തതാണ്. അത് ഞാൻ രക്ഷിതാവ് ആയിരുന്നില്ല എന്നും ഒരു കുട്ടിയെ അങ്ങനെയല്ല കണ്ടതും. ഞാൻ എൻ്റെ മകളെ സത്യത്തിൽ എനിക്ക് ഈക്വലായിട്ടാണ് കണ്ടത്. അത്രയും മുതിർന്നൊരു വ്യക്തിയോട് പെരുമാറുന്ന മാതിരി പലപ്പോഴും ഞാൻ പെരുമാറിയിട്ടുണ്ട്. പിന്നെ രക്ഷിതാവായി കഴിഞ്ഞപ്പോഴേക്ക് മറ്റുള്ള കുട്ടികൾക്ക് ഞാൻ വ്യത്യസ്തനായിരുന്നു. അപ്പോൾ അത് അവരോടുള്ള സ്നേഹത്തിൻ്റെ കുറവല്ല, എനിക്ക് വന്ന മാറ്റമാണ്, എനിക്ക് വന്ന അറിവാണ്. പിന്നെ മക്കളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് ലഭിക്കുന്ന പരിഗണന മൂത്ത കുട്ടിക്ക് കിട്ടുന്നില്ല. ഇപ്പം എൻ്റെ ചെറിയ മകൾക്കുള്ള പരിഗണന എൻ്റെ മറ്റ് 3 മക്കൾക്കും കിട്ടുന്നില്ല. അതിന് ഒരു കാരണം ഇതാണ്. അവരുടെ ആവശ്യങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇവളുടെ ആവശ്യങ്ങൾ കുറേയും കൂടി പ്രയോറിറ്റി അർഹിക്കുന്നു. അപ്പം നമ്മൾ ലൈഫിൽ പലതും പ്രയോറിറ്റൈസ് ചെയ്യും. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത്
ഇത് ലഭിക്കുന്ന ആളുകൾക്ക് തോന്നും ഞങ്ങളോട് തുല്യമായ നീതിയല്ല നൽകിയതെന്ന്. അത് കറക്റ്റാണ് താനും. ഇനി മാതാപിതാക്കളുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ അൺകണ്ടീഷണൽ ലവ് ആണോ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നത്? അപ്പോൾ എൻ്റെ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു, അപ്പോൾ ഞാൻ എടുത്ത് നടന്നിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, അവരാവശ്യപ്പെടാതെ അവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടാവും, അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. എനിക്ക് പ്രായമായി കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾ അവർ ഒരുപാട് വലിയ നിലയിലെത്തി, അവർ ഒരുപാട് വലിയ ജോലിയിലും വലിയ സമ്പാദ്യവും കുടുംബമൊക്കെ ആയിട്ട് അവർ എന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ, അവരെനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ, അവരെന്നെ അവഗണിക്കുകയാണെങ്കിൽ അതേ സ്നേഹം എനിക്ക് അപ്പോഴും അവരോട് തോന്നും. അപ്പോൾ അവരുടെ പരിഗണന എനിക്ക് കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും ഒരേപോലുള്ള സ്നേഹത്തിനല്ലേ നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്? ഒരുപാട് മാതാക്കൾ ആളുകളുമായി ഇടപഴകുമ്പോൾ എന്നോട് പരാതി പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കാറില്ല, നശിച്ചു പോകും അവൻ എൻ്റെ മോനായാലും അത്ഭുതമാണ്, ഞാൻ അവനെ എങ്ങനെ നോക്കിയത്. ഒന്നും അൺകണ്ടീഷണൽ ലവ് അല്ലല്ലോ, കണ്ടീഷൻസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പിന്നിൽ. അവനിപ്പോൾ നന്നായി അവൻ എന്നെ നോക്കണം, അവൻ്റെ സൗകര്യങ്ങളിൽ അവൻ എന്നെ കൂടെ കൂട്ടണം എന്നവർ പ്രതീക്ഷിക്കുന്നില്ലേ? അതൊരു കണ്ടീഷനല്ലേ? അപ്പോൾ എനിക്ക് തോന്നി അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഫാലസിയാണ്, അങ്ങനെയൊന്നും ശരിക്കില്ല. പക്ഷെ നമുക്ക് ഈ മാതൃത്വം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മതപരമായി പറയുമ്പോൾ ഞങ്ങളുടെ മതം ഞങ്ങൾ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം. അത്രയും താഴ്ന്നു നിൽക്കണം മക്കൾ, അവരോട് ചെയ്യുന്ന പോലും ഉച്ചരിക്കരുത് എന്നാണ്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്കായി താഴ്ത്തി കൊടുക്കുക എന്നാണ് പറഞ്ഞത്. മക്കളോട് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്നാണ് പറഞ്ഞത് പ്രായമായി വരുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ആ ബിൽഡപ്പ് ഉണ്ടല്ലോ, അതായിരിക്കണം ഒരു കാര്യം വരെ നമ്മൾ ഈ അൺകണ്ടീഷണൽ ലവ്, മാതൃത്വം എന്നൊക്കെ പറഞ്ഞിത്ര അതിന് കൊടുക്കുന്നതിൽ കൂടുതലൊരു വെയിറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ആ വേർഡ് അൺകണ്ടീഷണൽ ലവ്, ഐ തിങ്ക് ഇറ്റ് ഈസ് വിത്ത് എ കണ്ടീഷൻ. വാട്ട് ഡു യു തിങ്ക്?